മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നല്ല കുഞ്ഞുങ്ങളുണ്ടാകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അച്ഛൻ പറയാമെന്നാണ് വിചാരിക്കുക. ഒന്നാമതായിട്ട്, ദാമ്പത്യ ബന്ധം തന്നെ ഇരുവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കണം. ഒരാൾക്ക് ചെറിയ മനസ്സുകേടോ വെറുപ്പോ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണ്. നമുക്കറിയാം, 1 കൊരിന്തോസ് 7:3-4 വാക്യങ്ങൾ ഇരുവരും സഹകരിക്കണം, അതവരുടെ കടമയാണ് എന്നെടുത്ത് പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ ഇവിടെ ഓർത്തു പോവുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിന് നീല നിറമാണ്. പരിശോധനകളെല്ലാം കഴിഞ്ഞു, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന്. മനഃശാസ്ത്ര വിദഗ്ധർ കണ്ടുപിടിച്ചത് ഒരു വെറുപ്പ് ഒരു ജീവിത പങ്കാളിയുടെ, ഭാര്യയുടെ ഭാഗത്താണ് ഉണ്ടായിരുന്നു. ആ നിമിഷങ്ങളിൽ അത് രൂപപ്പെട്ടതാണ്, അത് വിഷമായി മാറിയതാണ്. ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അപ്പോൾ അതൊരു കൂടിയ ഒരു കേസാണെങ്കിൽ ചെറിയ ചെറിയ വെറുപ്പുകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും. അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണെന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, ചില ജീവിത സാഹചര്യങ്ങളിൽ ഈ വെറുപ്പ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ശാരീരിക ശുദ്ധിയില്ല, ഒരു പങ്കാളി മദ്യത്തിലാണ്, പുകവലി, മുറുക്കൊക്കെ ആണെങ്കിൽ മറ്റേ ആളിന് ഒരു വെറുപ്പുണ്ടാകും, ഒരു ഇഷ്ടക്കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുകവലി കാരണം ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വന്ന ഒരു കേസ് ഞാൻ ഓർക്കുന്നു. റൂട്ട് അതങ്ങോട്ട് എടുത്തു പറഞ്ഞില്ല, എങ്കിലും പുകവലി ആണെന്ന് മനസ്സിലായതുകൊണ്ട് അത് മാറ്റിയപ്പോൾ സംഗതി ശരിയായി, അവരുടെ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പരസ്പര ബഹുമാനത്തോടെ വേണം പരസ്പരമുള്ള ബന്ധമുണ്ടാകാൻ. ഒരു വസ്തുവായി കാണാതെ തൻ്റെ ജീവിത പങ്കാളിയായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കൂടെ നല്ല കുഞ്ഞിനെ കിട്ടാനുള്ള ആഗ്രഹം, അത് പ്രധാനപ്പെട്ടതാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഒരു മഹാൻ ജനിക്കുന്നത് മാതാപിതാക്കളുടെ ഹൃദയത്തിലാണ്, ഉദരത്തിൽ ജനിക്കുന്നത് മൃഗമാണ്. അപ്പോൾ ഹൃദയത്തിനുള്ള ആഗ്രഹം പുലർത്തി തീവ്രമായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരിക. കൂടാതെ രമ്യതയിൽ, സ്നേഹത്തിൽ ആയിരിക്കണം. മനഃശാസ്ത്രം പറയുന്നത്, ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുന്ന നിമിഷങ്ങളിൽ മാതാപിതാക്കളുടെ മനോവികാരങ്ങൾ കുഞ്ഞിൻ്റെ ആകാര മനോഭാവങ്ങളെ സ്വാധീനിക്കും എന്നാണ്. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കേസാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്, MC റോഡിൻ്റെ സൈഡിലാണ്. MC റോഡ് വളരെ വിശാലമാണ്, നിങ്ങൾ വീട് കണ്ടുപിടിക്കുകയില്ല എന്നുറപ്പിൽ തന്നെ ഞാൻ പറയുകയാണ്. ഒരിക്കലും ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അപ്പൻ വിഷമിച്ചിരിക്കുക. എന്തോടൂ? എൻ്റെ അച്ഛൻ എന്നാ പറയാനാ, എനിക്ക് 5 പിള്ളേരല്ല. അപ്പം അദ്ദേഹത്തിന് 5 പിള്ളേരാണ് എനിക്കറിയാം. ആദ്യത്തെ 2 പേര് നല്ല മിടുക്കന്മാരല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. മൂന്നാമത്തവൻ അച്ഛൻ അറിയാമല്ലോ, മോന്തെ അത്ര ശരിയല്ല. 4ഉം 5ഉം നല്ല മിടുക്കിമാരല്ലേ? മിടുക്കിമാരാ. നിങ്ങൾ കാര്യം പറയൂ. അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛാ, ഈ മൂന്നാമത്തവൻ ചെറുപ്പം മുതൽ ഇച്ചിരി കുസൃതിയാണ്. അവനിങ്ങനെ ബഹളമൊക്കെ മിണ്ടാരാ എന്ന് പറയുമ്പം അവൻ ഒതുങ്ങുകയല്ല. അന്നേരം ഞാൻ പറയും, അവൻ്റെ മോന്തക്കിട്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവൻ ഒതുങ്ങുമായിരുന്നു. എൻ്റെ അച്ഛാ, ഇന്നലെ അവനിങ്ങനെ കിടന്ന് ബഹളം വെച്ച്, അപ്പം ഞാനിവനെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു, മിണ്ടാരാ, അവൻ്റെ മോന്തക്കിട്ട് നോക്കി വെച്ചാൽ പറയും. ഉടനെ അവൻ എന്നോട് അത് നേരത്തെ ഓർക്കേണ്ടതായിരുന്നു. ഞാനവിടെ ചുറ്റും നോക്കി, അവനെങ്ങനെ അവിടെ നിൽപ്പുണ്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അവൻ പറഞ്ഞതല്ലേ എൻ്റെ ശരി എന്ന് പറഞ്ഞാൽ, എനിക്ക് അവരുടെ കുടുംബത്തെ വളരെ അടുത്തറിയാം. ആദ്യത്തെ 2 മക്കൾ വളരെയേറെ ഇവർക്ക് സ്നേഹത്തിലായിരുന്ന അവസരമുണ്ടായ മക്കളാണ്. ഈ മൂന്നാമത്തെ മകൻ എന്ന് പറയുന്നത് മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ 2 വീടുകളിലായി. ആ സമയത്തുണ്ടായ ഒരു കുഞ്ഞാണിത്.
ഒരു ചെറിയ സ്നേഹരാഹിത്യം പോലും കുഞ്ഞുങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് എപ്പോഴും കുടുംബജീവിതത്തിൽ ആവശ്യം എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ്. പ്രഭാഷകൻ 25:1 പറയുന്നത് എല്ലാവർക്കും അറിയാം. ദൈവം ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അതിന് ഒന്ന് മാത്രം എടുത്ത് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലയമാണ്. ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു സാധനം പഞ്ചസാര വെള്ളത്തിലോ കാപ്പിയിലോ ലയിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള ഒരു ലയം ഉണ്ടെങ്കിൽ കുടുംബജീവിതം ധന്യമാവൂ. അതിന് ദമ്പതികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ കത്താരുടേതാണ് ആദ്യത്തേത്? കൊല്ലത്ത് നിന്ന് മേഴ്സി എഴുതുന്ന കത്താണിത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ഒരു മരുമകളാണ്. എൻ്റെ അമ്മായിയമ്മ 5 വർഷമായി കിടപ്പിലാണ്. ഞാനാണ് കഴിയിക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഭക്ഷണം ഞാൻ തന്നെ കോരിക്കൊടുക്കുകയാണ്. വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നെ വിളിക്കും. എനിക്ക് ഒത്തിരി അരിശം വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു. പിന്നീട് മരുന്ന് ഞാൻ ശരിക്കും കൊടുക്കാതെയായി. അമ്മയുടെ മരുന്ന് തീർന്നോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ തീർന്നില്ല എന്ന് ഞാൻ പറയും. ഏതായാലും ഇനി അമ്മ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല എന്ന ചിന്ത എന്നെ ബാധിച്ചു. ഞങ്ങൾക്ക് 4 പെൺമക്കളാണുള്ളത്. ഈ കുട്ടികൾ അനുഭവിക്കേണ്ട സ്വത്ത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കേണ്ട എന്ന് ഞാൻ ഓർത്തു. മരുന്ന് കൊടുക്കാതെയായി. 3 മാസം മുൻപേ അമ്മ മരിച്ചുപോയി. എനിക്ക് മാത്രമേ മരുന്ന് കൊടുക്കാതിരുന്ന കാര്യം അറിയൂ. അമ്മ മരിച്ചപ്പോൾ എനിക്ക് വലിയ കുറ്റബോധമായി. ഞാൻ എന്തു ചെയ്യണം? ഞാൻ ചെയ്തത് തെറ്റാണോ? അച്ഛൻ ശാലോം TV-യിലൂടെ ഒരു മറുപടി തരണമേ. തീർച്ചയായിട്ടും മേഴ്സിയുടെ വിഷമമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. സാഹചര്യവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഞാൻ മേഴ്സി പിണങ്ങരുത്. മേഴ്സിയുടെ പ്രവൃത്തിക്ക് നീതീകരണമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്ത് തെറ്റ് തന്നെയാണ്. എനിക്കത് സോപ്പിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തെറ്റ് തന്നെയാണ്. ഒബ്ജക്റ്റീവ്ലി അത് വളരെ തെറ്റാണ്. ഞാൻ മേഴ്സി വിഷമിക്കണമെന്ന് ഞാൻ പറയില്ല. മേഴ്സി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അനന്ത കരുണയുള്ളവനാണ്. തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ. തെറ്റാണെന്ന് സമ്മതിച്ചിട്ട് ഞാൻ പറയുകയാണ്, ദൈവം കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ചെയ്തത് ഇൻഡയറക്റ്റ് മേഴ്സി കില്ലിംഗ് ആണ്, ദയാവധം തന്നെയാണ്. ജീവനെടുക്കാൻ അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2276 2277 പറയുന്നത് ഞാനിവിടെ ഒന്ന് ഉദ്ധരിക്കുകയാണ്. മേഴ്സി ശ്രദ്ധിക്കുമല്ലോ. അനാരോഗ്യവും ബലഹീനതയും അനുഭവിക്കുന്നവർ പ്രത്യേകം ബഹുമാനം അർഹിക്കുന്നു. ലക്ഷ്യങ്ങളും മാർഗങ്ങളും എന്തായാലും വൈകല്യമുള്ളവരുടെയും രോഗികളുടെയും അല്ലെങ്കിൽ മരണവക്ത്രത്തിൽ എത്തിയിരിക്കുന്നവരുടെയും ജീവിതം അവസാനിപ്പിക്കുന്നതാണ് പ്രത്യക്ഷമായ ദയാവധം. അത് ധാർമ്മികമായി സ്വീകാര്യമല്ല. അതുകൊണ്ട് ദയാവധം സ്വീകാര്യമല്ല, അത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ ഞാൻ പറയും, ദൈവം കരുണാമയനാണ്. യെശയ്യാ 1:18 മുതൽ 20 വരെ നമുക്കറിയാം, നിൻ്റെ പാപം കടും ചുവപ്പാണെങ്കിലും തൂവെണ്മയുള്ളതാക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അവിടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് ഇതാ ഞാൻ, എൻ്റെ ദൈവമേ നീ എന്നെ ഏറ്റെടുക്കണമേ എന്ന് പറയുക എളിമയോടെ. ദൈവത്തിന് മേഴ്സിയെ തീർച്ചയായിട്ടും രക്ഷിക്കുവാൻ സാധിക്കും. മേഴ്സി ഇത് ആരോടും പറയണ്ട. ഞാൻ കുടുംബത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടി പറയുന്നതാണത്. എന്നാൽ നന്നായിട്ടൊരുങ്ങി തെറ്റ് ഹൃദയപൂർവ്വം ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുമ്പസാരം നടത്തും. അതൊത്തിരി ആശ്വാസം പകരുന്നതാണ്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ കുമ്പസാരം മേഴ്സിയെ നീതീകരിക്കും. ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻ ഞാൻ പറയാറുണ്ട്. അതാണ് ജസ്റ്റിഫൈഡ് എന്ന് പറയുക. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത പോലെ ദൈവം നമ്മളെ നീതീകരിക്കും, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അമ്മച്ചിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അമ്മച്ചിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അമ്മച്ചി തീർച്ചയായിട്ടും നിഷ്കളങ്കയാണ്, തെറ്റൊന്നുമില്ല. എങ്കിലും അമ്മച്ചിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് തീർച്ചയായിട്ടും മേഴ്സിക്ക്
ഉപകാരപ്രദമായി തീരും. അങ്ങനെ ദൈവം നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ഇതേക്കുറിച്ച് എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? പറയാനുള്ളത്, മേഴ്സി ചെയ്തത് തെറ്റാണ്, പക്ഷേ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. പിന്നെ അമ്മച്ചിയുടെ ആത്മാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മച്ചിയുടെ പാദം ചുംബിച്ചുകൊണ്ട് ഒരു മാപ്പ് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ആത്മാവിനെ നേരിടുന്നത്. അപ്പോൾ അമ്മച്ചി അമ്മച്ചിയെ കൊണ്ടുവന്ന് മാപ്പ് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മച്ചിയുടെ ആത്മാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മാപ്പ് ചോദിക്കുന്നത് വളരെ നന്നാണ്. അപ്പം അവിടെ തന്നെ ഒരു ഇന്നർ ഹീലിംഗ് ഉണ്ടാകും. പിന്നെ വിശുദ്ധ കുമ്പസാരം കഴിക്കുക. പിന്നെ തെറ്റിനു വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം മാപ്പ് ചോദിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ ഇതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുന്നത് നന്നായിരിക്കും. വേറെ ആർക്കെങ്കിലും, ഒരു പ്രായമായവർക്ക് എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഒരു പരിഹാരം പോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അച്ഛൻ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, നിൻ്റെ പാപം എത്ര കടും ചുവപ്പുള്ളതാണെങ്കിലും മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും. അപ്പം നിരന്തരം പ്രാർത്ഥിക്കാം. സഹോദരിക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ പാപം ദൈവം പൊറുക്കും. ഇപ്പം മനസ്സിന് ശരിക്കും കുറ്റബോധമാണുള്ളത്. ആ കുറ്റബോധമല്ല വേണ്ടത്. കുറ്റബോധം നിരാശയിലേക്ക് പോകും. പക്ഷേ പാപബോധമുള്ളവളായി അത് മനസ്സ് തിരിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. ഇവിടെ നിമ്മി പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഈ ക്ഷമ അമ്മയിൽ നിന്ന് കിട്ടി എന്ന് മേഴ്സിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി വളരെ നല്ലൊരു കാര്യമാണ് നിമ്മി പറഞ്ഞത്. അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറിപ്പോയി മാപ്പ് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ദൈവം കൃപ തരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നിമ്മി അത് സൂചിപ്പിച്ചത്. കാലെ പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം. അമ്മയെ ഓർത്തുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു വലിയ ഹീലിംഗ് ടച്ച് ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനാപൂർവ്വം കൂടുതൽ കൃപയിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കണം എന്നുകൂടെ നിമ്മി പറയുകയുണ്ടായി. ടോമസ് എന്ത് പറയുന്നു? എന്നാൽ തീർച്ചയായിട്ടും ഈ സഹോദരിയെ ഇനി നമ്മൾ പറഞ്ഞ് വേദനിപ്പിക്കണ്ട. കുറ്റബോധം ഓൾറെഡി ഉണ്ട്. പക്ഷേ അച്ഛനും നിമ്മിയൊക്കെ പറഞ്ഞതുപോലെ ദൈവം കാരുണ്യവാനായതുകൊണ്ട് അവൻ്റെ കരുണക്കടലിൽ മുക്കിയെടുത്ത് രക്ഷപ്പെടാൻ പറ്റും. കർത്താവ് മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത് നല്ലതാണ്. അതിനകത്ത് ഈ ഹീലിങ് നമുക്ക് പാദത്തിൽ വീണ് നമുക്ക് കരയാനൊക്കെ ഉള്ള അവസരങ്ങളിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം അത് എനിക്ക് തോന്നുന്നു അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ കുറ്റബോധം നമ്മളെ വേട്ടയാടും. നീ അങ്ങനെ ചെയ്തില്ലേ അത് സാത്താൻ്റെ ഒരു പണിയാണ്. അപ്പോൾ നമ്മളെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നല്ലൊരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടി നന്നായിട്ട് കൗൺസിലിങ്ങും കുമ്പസാരവും നടത്തി പൂർണ്ണമായ മോചനം നേടണം. നിമ പറഞ്ഞതുപോലെ ഈ അമ്മച്ചിയുടെ പാദപീഠത്തെങ്കിൽ തൊട്ട് മാപ്പ് വീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ പലപ്പോഴും പള്ളിയിൽ ചെന്നിട്ട് നിലം പറ്റ കുമ്പിടുന്നയാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം വരുന്നത് ഈശോയുടെ പാദപീഠമാണല്ലോ ഭൂമി. അപ്പോൾ അവൻ്റെ ആണിപ്പെടുത്താറുന്ന ആ പാദത്തിൽ ഞാൻ മുത്തുന്നതായിട്ടും ഈ കഴിഞ്ഞ ദിവസം മുതൽ എനിക്ക് ഞാൻ ഈ മുത്തിയിട്ട് കുമ്പിട്ടിട്ട് ആ മൂക്കുമുട്ടുന്നിടം ഞാൻ ചുംബിച്ചിട്ടാണ് നീരുക. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ഒരു ചിന്ത, എൻ്റെ പാപം മുഴുവൻ ആ മുറിവിലൂടെ ഈശോയിലേക്ക് ഞാൻ വെക്കുകയും ഈശോ കുരിശിൽ നിന്ന് കൈ ഉയർത്തി എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നൊരു ഫീലിങ്ങോടുകൂടിയാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കൊത്തിരി നല്ലതായിട്ട് തോന്നി. ഇവിടെ സഹോദരിക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാസത്തിലൊരിക്കലെങ്കിൽ ഒരു ബലിയർപ്പണത്തിന് അച്ഛനോട് ചെന്ന് പറഞ്ഞ് ആത്മാവിന് വേണ്ടിയിട്ട് ബലിയർപ്പണം നടത്തണം. അതിൽ സജീവമായിട്ട് പങ്കുചേർന്ന് പാപപൂർത്തിക്കായിട്ട് അപേക്ഷിക്കണം. അമ്മച്ചിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മച്ചി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനത് കാരണമാകും. സഹോദരിക്കത് കൂടുതൽ വിടുതലിനും കാരണമായി തീരും. അതങ്ങനെ. പിന്നെ വളരെ അടിയന്തരമായിട്ട് നിമ്മി പറഞ്ഞ തന്നെ ഒരു വാക്യം ഞാൻ വീണ്ടും ഓർത്തിക്കുക. വേദനിക്കുന്ന ഇതുപോലെ അർഹതയില്ലാത്ത ചില ആളുകൾ വേദനിക്കുന്ന പ്രായമുള്ളവർ കാണും. അവരെ പോയി കണ്ട് ഈ കുറ്റബോധം തീരുവോളും ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ സ്വന്തക്കാർക്കാകാം, അല്ല അയൽവാസികൾക്കാകാം, എവിടെയെങ്കിലും അത് നമുക്ക് പുറത്താരോടും വെച്ച് പറഞ്ഞാൽ പുറത്താരോടും പറയാതെ മാക്സിമം നമ്മളുടെ മനസ്സിലെ ഇത് കഴുകി കളയാൻ തക്കവണ്ണം വേണ്ടത് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും. തമ്പുരാൻ അനുഗ്രഹിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. കുറ്റബോധം വേണ്ട. അതൊരിക്കൽ കൂടി അടിവരയിട്ട് കുറ്റബോധം വേണ്ട. ഈശോ കാത്തോളും. ടോമച്ചൻ
വ്യക്തമായിട്ട് പറയുക, നിമ്മി അത് പറഞ്ഞായിരുന്നു. അതായത് മറ്റ് വിഷമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ പോയി ശുശ്രൂഷിക്കാൻ അല്പസമയം കണ്ടെത്തുന്നത് നല്ലതാണ് മേഴ്സി. അത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ആശ്വാസം പകരുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ടോമിഷൻ പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ മാപ്പ് ചോദിക്കാനും മറ്റും അവസരം ലഭിക്കും. പ്രാർത്ഥനാപൂർവ്വം അതിൽ പിന്തിരിഞ്ഞ് കുറ്റബോധമില്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? പുനലൂരിൽ നിന്നും റോസിലി എഴുതുന്ന കത്താണിത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 11 വർഷം കഴിയുകയാണ്. 4 മക്കൾ എനിക്കുണ്ട്. 3 ആൺമക്കളും ഒരു പെണ്ണും. മൂത്തയാൾ എപ്പോഴും കള്ളു കുടിച്ച് കറങ്ങി നടക്കുകയാണ്. ഷാപ്പിൽ നിന്ന് ഇറങ്ങാതെ കൂടിയാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. ബാങ്കിൽ നിന്ന് ആധാരം വെച്ച് 5 ലക്ഷം രൂപയും സ്വർണം പണയം വെച്ച് 5 ലക്ഷം രൂപയും ഇപ്പോൾ കടം വാങ്ങിയിട്ടുണ്ട്. കൂടാതെ പല ആളുകളോടും കടം വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ ഭാര്യയ്ക്ക് യമനിൽ ജോലിയായിരുന്നു. യുദ്ധം വന്നതുകൊണ്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. 3-ാമത്തെ മകൻ മദ്യം തുടങ്ങിയാൽ പിന്നെ ആഹാരം പോലും കഴിക്കാതെ പല ആളുകളെ കൊണ്ടും വാങ്ങിച്ച് വീടിൻ്റെ പരിസരത്തിരുന്ന് കൂടിയാണ്. ഒത്തിരി ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ട്. വീട്ടിൽ ഭയങ്കര വഴക്കാണ്. മൂത്ത മകന് കുട്ടികളൊന്നുമില്ല. ഈ മദ്യപാനം എന്ന ബന്ധനത്തിൽ നിന്നും ഈ കുട്ടികളെ വിമോചിപ്പിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? എനിക്കൊന്നും അറിയില്ല. അച്ഛനും ടീം അംഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരാമോ? തീർച്ചയായിട്ടും റോസ്ലിയെ ഞാൻ മനസ്സിലാക്കുന്നു. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവർ നല്ല വഴിയിലൂടെ അല്ല ജീവിതം എന്നറിയുമ്പോഴുള്ള ആ വലിയ വേദന ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. മദ്യപാനം ഒത്തിരി കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ പാപമാണ്, സംശയമില്ല. ഗലാത്യ 5:21 മദ്യപാനിക്ക് സ്വർഗരാജ്യമില്ല എന്ന് തീർത്ത് തന്നെ പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നത് വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത് എന്നത് ഞാനിവിടെ ഓർക്കുകയാണ്. എന്നാൽ റോസ്ലിക്ക് ഇതേപ്പറ്റി ബോധ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന അനുഭവമാകും. എത്ര കുടുംബങ്ങളാണ് മദ്യം കൊണ്ട് നശിക്കുന്നത്? നമ്മളൊരു രസത്തിന് തുടങ്ങി വയ്ക്കുന്നതാണ്, പക്ഷേ അത് എത്തുന്നത് വലിയ നാശത്തിലാണ്. എനിക്കറിയാം റോസ്ലി വളരെയേറെ ഉപദേശിച്ചിട്ടുണ്ട്, എങ്കിലും ഫലമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനൊരു മാർഗം പറയുകയാണ്. ഉപദേശങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലാണ്. ഇപ്പോൾ ഒരു ഹോമിയോ മെഡിസിനുണ്ട്. അത് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് തീർച്ചയായിട്ടും നല്ല ഡോക്ടേഴ്സിനെ കണ്ട് കുറിപ്പിക്കുക. പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടുകയില്ല. ഇന്ന് കൊടുത്ത് നാളെ മദ്യപാനം മാറി അങ്ങനെ സംഭവിക്കുകയില്ല. വളരെ വളരെ സാവധാനം മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിന് ഒന്ന് ശ്രമിക്കണം. കാരണം രണ്ടുപേരും ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിച്ചാലൊന്നും അടുത്ത് വരത്തില്ല, അങ്ങനെ സ്റ്റേജിലാണെന്നുള്ളത് പറഞ്ഞല്ലോ. കൂട്ടുകാരൊക്കെ കൂടി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പ്രയോജനപ്രദമാണ്, അവർക്ക് ദൂഷ്യമൊന്നും ചെയ്യുന്നതല്ല താനും. അപ്പോൾ അതുകൊണ്ട് സാവധാനം മാറ്റമുണ്ടാകും. ക്ഷമയോടെ പ്രാർത്ഥനാപൂർവം ചെയ്യുക. അപ്പം റോസൽ ചേച്ചി ഇതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഇവർക്ക് വേണ്ടി. എന്നിട്ട് ഇതുകൂടെ ചെയ്യണം. അപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, സംശയമില്ല. പതുക്കെ ഇതിൻ്റെ സ്വാധീനം മാറി വരുന്ന കാണുമ്പോൾ രണ്ടുപേരെയും ഒരു നല്ല ധ്യാനത്തിന് വിടുക. അവിടെ കൗൺസിലിംഗ് കിട്ടും. അതുപോലെ തന്നെ അമ്മ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം. ഈ ബന്ധനം മാറാൻ അത് വളരെ ആവശ്യമാണ്. വെളിപാട് 12:11 പറയുന്നുണ്ട്, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവൻ്റെ മേൽ വിജയം നേടി. അവൻ എന്ന് പറഞ്ഞാൽ സാത്താനാണ്. ഈ സാത്താൻ്റെ മേൽ വിജയം നേടാൻ കുഞ്ഞാടിൻ്റെ രക്തം പോലെ മറ്റൊരു ആയുധം ഇല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പൈശാചിക ബന്ധനമാണ്. അതുകൊണ്ട് നന്നായിട്ട് തിരക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ രക്ഷയിലേക്ക് വരും എന്നുള്ളതിന് സംശയമില്ല. റോസ്ലി ധൈര്യമായിട്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടുക. ദൈവം ആ കുടുംബത്തെ റോസ്ലി വഴി രക്ഷിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞില്ലാത്ത ദമ്പതികൾക്കായിട്ടും പ്രാർത്ഥിക്കണം.
പ്രാർത്ഥനയിലൂടെ അത് നേടാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടോമിഷൻ എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും വെച്ചാൽ ഒരു തള്ളയുടെ വേദനയാണ് അതിനകത്തൂടെ വ്യക്തമാകുന്നത്. കാരണം ഭർത്താവില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു, 3-ൽ 2 പേരും മദ്യത്തിൻ്റെ അടിമകളായി തീർന്നു. ഇതൊക്കെ ഒരു കുടുംബത്തിൽ ഇന്ന് പല കുടുംബങ്ങളിലും ഉള്ളതാണ്. എന്നാലും ഒരു വിധവയായ അമ്മ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ സഹോദരിയോട് കൂട്ടുചേരുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. വേദനയിൽ പങ്കുകാരാകാനായിട്ട് ഞങ്ങൾ തമ്പുരാനോടൊപ്പം കൂടെയുണ്ട്. എന്നാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഒരു പക്ഷേയെങ്കിൽ ഇത് സഹോദരിയോട് മാത്രമല്ല, കേൾക്കുന്ന എല്ലാവരോടും, ഈ കുഞ്ഞുങ്ങൾ രസത്തിനെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തൊട്ട കാലയളവിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയായി പോകില്ലായിരുന്നു. ഇവരുടെ അപ്പനോ അമ്മാവനോ ഹെറിഡിറ്ററി ആയിട്ടിത് മദ്യത്തിൻ്റെ ആസക്തി തലമുറകളിലേക്ക് പകരുന്നതാണ്. അപ്പനോ അമ്മാവനോ മദ്യപാനി ആയിരുന്നിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര എളുപ്പം പിള്ളേരിങ്ങനെ ആയിപ്പോകും. ഈ മദ്യപിക്കുന്ന മുഴുവൻ ആളുകളും ആൽക്കഹോളിക് പേഷ്യൻസ് ആകത്തില്ല. ഇവർ 2 പേരും ഈ ലക്ഷണം ഇത് അനുസരിച്ചിട്ട് ആൽക്കഹോളിക് പേഷ്യൻ്റ്, അവർ മദ്യത്തിൻ്റെ അടിമത്ത രോഗമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ചികിത്സ അനിവാര്യമാണ്, അതിൻ്റെ തർക്കമൊന്നും വേണ്ട. 2, ഈ അവരെ പരിചരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകത, അത് ഈ ഇങ്ങനെയുള്ള സെൻറ്ററുകളിൽ ചെന്നാൽ കുറേ കൂടെ വിദഗ്ധമായിട്ട് നമുക്ക് കിട്ടും. നമ്മളുടെ ഈ സഭയുടെയും അല്ലാത്തതുമായിട്ടുള്ള ഈ മദ്യചികിത്സ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഇവരെ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അമ്മ തന്നെ ഒന്ന് അവിടെ ചെന്ന് വിവരം പറയുകയോ ചെയ്താൽ എങ്ങനെ ഇവർ മദ്യപിച്ച് വന്നാൽ എങ്ങനെ പെരുമാറണം, അല്ലാത്തപ്പോൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇവരെ നേടിയെടുക്കാം എന്നൊക്കെ കുറേ നിർദ്ദേശങ്ങൾ അവിടെ കിട്ടും. ഞങ്ങളിപ്പോൾ ഇതിലൂടെ പറഞ്ഞാൽ മുഴുവൻ സമയം അതിനെ പറ്റുകയില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. കാരണം സ്നേഹത്തിൻ്റെ ഒരു വലയം സൃഷ്ടിച്ചെടുക്കണം കുടുംബത്തിലെ. ആ വല പൊട്ടിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം മധ്യസ്ഥ പ്രാർത്ഥന വേണം. ഈ നമുക്കറിയാം, ഈശോ പറഞ്ഞൊരു ഉപമയുണ്ട്, വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിതച്ചു, എന്നാൽ കിളുത്തും വന്നു. രാത്രി കാലം ശത്രു കൊണ്ടുവന്ന് കള വിതച്ചു. അതുകൊണ്ടാണ് ഈ കള. ഇത് നമ്മുടെ കുടുംബത്തിലെ കളയായത്. ഈ കള വിതച്ചത് ശത്രുവാണ്. അതിന് കാരണം നമ്മൾ ഉറങ്ങിപ്പോയതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ അമ്മമാർ, എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാപകൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയൊക്കെ വിള്ളലുകൾ സംഭവിച്ചാൽ ശത്രു കയറും. കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വിള്ളലിലൂടെ കയറുന്നത്. നമ്മൾ കാവൽക്കാരാ, കുഞ്ഞുങ്ങളുടെ കാവൽക്കാരാ മാതാപിതാക്കൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം. ഞാൻ സഹോദരിയെ കുറ്റപ്പെടുത്താനല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്, മക്കളുടെ കാവൽക്കാരാ. കൂടെ ഇരുന്ന് നമ്മൾ VIPസിൻ്റെയൊക്കെ ചുറ്റും സംരക്ഷകർ നിൽക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. അവരുടെ വഴികളിലൊക്കെ കണ്ണ് നട്ട് നോക്കിക്കൊണ്ട് വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ പ്രിയപ്പെട്ട സഹോദരി ഇനി ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. ഈ സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ബലിയർപ്പണത്തിൽ കൊടുക്കുക. വല്ലപ്പോഴുമെങ്കിലും നിങ്ങളുടെ പള്ളിയിൽ ചെന്നിട്ട് അച്ഛാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കണം ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ബലിയർപ്പണത്തിൻ്റെ ഇതവിടെ കൊടുത്തുകൊണ്ട് ആ ബലിയിൽ സജീവമായിട്ട് അച്ഛൻ അത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിലെ സഹോദരി കുടുംബമായിട്ട് പിള്ളേരെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവുക. അല്ലെങ്കിൽ മൂത്ത മകൻ്റെ വൈഫോ ഒക്കെ ആയിട്ട് പള്ളിയിൽ പോയി ആ ബലിയർപ്പണത്തിൽ സജീവമായിട്ട് ഈശോയുടെ പറയുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, നമുക്ക് ബലിയർപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി നിമ്മി എന്ത് പറയുന്നു? അമ്മച്ചിയുടെ ദുഃഖം മനസ്സിലാക്കുന്നു. മൂത്ത മകനും 3ാമത്തെ മകനും മദ്യപാനികളാണ്. എന്താണ് കാരണം അറിയത്തില്ല, എങ്കിലും ഇത് പരമ്പരാഗതമായിരിക്കാം. എങ്ങനെയാണെങ്കിലും അവർ 2 പേരും മദ്യപാനികളാണ്. വീട്ടിലെ പിന്നെ ധാരാളം കടബാധ്യതകളുമായി. പിന്നെ ഒരുത്തൻ വീട്ടിൽ തന്നെ കൊണ്ട് വെച്ചിരുന്നു കുടിക്കുക. ഇതെല്ലാം അമ്മ നേരിട്ട് കാണുകയല്ലേ, അതൊക്കെ അമ്മയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. അവരെയൊക്കെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ പുറപ്പാടിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് തന്നെ കഴുകി അവരെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുക.
പിന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ ആരെങ്കിലും കഴിക്കാതിരിക്കുന്ന സമയത്ത് പറഞ്ഞു മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ വല്ലതും ഫലം ഉണ്ടാകുമായിരിക്കാം. ഇതിൽ നിന്ന് വളരെ ദൂഷ്യവശങ്ങളുണ്ട്. മനോരോഗം, ക്യാൻസർ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. പിന്നെ ഏശയ്യായുടെ പുസ്തകമൊക്കെ വായിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിലും ദാനിയേലിനും കൂട്ടുകാർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും വീഞ്ഞും ഒക്കെ കൊടുത്തിട്ടും അവർ സസ്യഭക്ഷണം കഴിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി വിജയം ആഘോഷിച്ചവരാണ്. അപ്പോൾ അതൊക്കെ വായിച്ചവരെ മനസ്സിലാക്കുമ്പം നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞാൽ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വചനത്തിൽ ഉപദേശിക്കുക, അങ്ങനെ ചെയ്യുക. ടോൺസിനോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം എന്നുള്ളതാണ് പറയുക. തീർച്ചയായിട്ടും ഞാൻ ഈ റോസ്ലിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളൊന്നു ചേർന്ന് റോസ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടെ പ്രാർത്ഥനാപൂർവ്വം ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? നല്ല സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളിന്ന് പ്രത്യേകമായിട്ടും അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച മേഴ്സിയെയും റോസ്ലിയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ രണ്ട് കുടുംബങ്ങളെയും പ്രത്യേകമായിട്ടും അങ്ങ് അനുഗ്രഹിക്കണമേ യേശുവേ. അങ്ങാണ് രക്ഷകൻ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ നിമിഷം കടന്നു ചെന്ന ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.